1000 രൂപയ്ക്ക് ഞങ്ങൾ തുടങ്ങിയ ബിസിനസ് നമുക്ക് ഒരു മാസം ഏകദേശം 2 ലക്ഷം രൂപയോളം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയ ബിസിനസ്. ഏത് ബിസിനസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും നമ്മളുടെ ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ് തന്നെയാണ്. ഏകദേശം 1.5 വർഷം മുമ്പാണ് നമ്മൾ ഈ ഒരു മീസല്ല എന്ന ബ്രാൻഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ക്ലോത്തിങ് ബ്രാൻഡും ജ്വല്ലറി ബ്രാൻഡും ആയിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഓൺലൈൻ സെയിൽ മാത്രമാണുള്ളത്. നിങ്ങൾക്കറിയാം, ഓണം ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസിന്റെ സീസൺ ടൈം ആണ്. ആ ഒരു സമയത്താണ് കേട്ടോ നമുക്ക് ഇത്രയധികം ലാഭം ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്നതും ഓണ സീസൺ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു ബിസിനസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിലോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ്? ഒരുപാട് ആളുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ആണ്. അപ്പൊ ശരിയായ രീതിയിൽ മനസ്സിലാക്കി നമ്മൾ തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് വിജയിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് ഒരു പരാജയത്തിലോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ? അപ്പോൾ ഈ ഒരു ബിസിനസിന്റെ പോസിറ്റീവ് സൈഡ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസ് ഒക്കെ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ് നല്ലതാണ് എന്ന് നിങ്ങളോട് പറയാനുള്ള കാരണം എന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ റീസൺ, നമുക്ക് വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇമിറ്റേഷൻ ജ്വല്ലറി വാങ്ങുന്ന ഒരു ചെലവ് മാത്രമാണല്ലേ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നുള്ളൂ. അപ്പം മിക്ക ഷോപ്പുകളിലും മിനിമം പർച്ചേസ് ഉണ്ടാവും. മിനിമം പർച്ചേസ് 3000, 5000, 20,000 ഒക്കെയാണ് മിനിമം പർച്ചേസ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ടിന് വാങ്ങിച്ചാൽ മാത്രമാണ് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് കിട്ടത്തുള്ളൂ അല്ലെ? എന്നാൽ നമ്മളുടെ അടുത്ത് ഇപ്പൊ ഓഫർ സെയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ സ്കൂളൊക്കെ തുറന്ന് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിലാണ് അല്ലെ? അപ്പൊ അവർക്കൊക്കെ ഒരു മിനിമം പർച്ചേസ് എമൗണ്ട് താങ്ങാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ജൂൺ 30 വരെ നമ്മളുടെ അടുത്ത് ഒരു ഓഫർ നടക്കുന്നുണ്ട്. ഓഫറിൽ നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് വാങ്ങിക്കാം. നമ്മളുടെ ഒരു ഹോൾസെയിൽ ഷോപ്പാണ്. അപ്പോൾ ഇത്രയും നാളും നമുക്ക് 3000 റുപ്പീസ്, നമുക്ക് 3000 രൂപയായിരുന്നു മിനിമം പർച്ചേസ് എങ്കിൽ ഇപ്പോൾ ഓഫർ സെയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് പോലും ജ്വല്ലറി ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വെറും 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയും ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റേതെങ്കിലും ബിസിനസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിലുള്ള ചെറിയ സ്ഥലത്ത് നമുക്ക് ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ലൈസൻസ്, രജിസ്ട്രേഷൻസ് ഒക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീടിന്റെ അഡ്രസ്സിൽ, വീടിന്റെ ഡീറ്റെയിൽസിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അടുത്ത പ്രത്യേകത, ഓണം പോലുള്ള സീസണിൽ നമ്മൾ വിചാരിക്കാത്ത അത്രയും പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നോർമൽ ആയിട്ട് പോകുന്ന മാസത്തേക്കാൾ കൂടുതൽ എമൗണ്ട്, ഇരട്ടി എമൗണ്ട് നമുക്ക് ഓണം സീസണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് ഈ വരുന്ന ഓണം ആകുമ്പോഴേക്കും നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾക്ക് ആളുകളിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നെഗറ്റീവ് സൈഡ് ഉണ്ട് അല്ലെ? ഈ ഒരു ബിസിനസ്സിലോട്ട് വരുന്നവരെ തീർച്ചയായിട്ടും നെഗറ്റീവും അതിന്റെ സൊല്യൂഷൻ കൂടി അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ നെഗറ്റീവ് സൈഡ് എന്താന്ന് വെച്ചാല്, ഇത് കുറെ ആളുകൾ തുടങ്ങുന്നു, അതിനകത്ത് കുറെ ആളുകൾ ഇത് വിജയിക്കുന്നു, അതിലേറെ ആളുകൾ ഇത് പരാജയപ്പെട്ട് നിർത്തിപ്പോകുന്നു. എന്തുകൊണ്ടാണ് ഇത് പരാജയപ്പെടാനുള്ള കാരണം എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് പ്രൈസ് തീരെ താഴ്ത്തിയിടുക എന്നുള്ളത്. അപ്പോൾ അവരൊക്കെ വിചാരിക്കുന്നത് നമ്മളുടെ സോഷ്യൽ മീഡിയ പേജ് അത്യാവശ്യം ഒന്ന് കയറി വന്നു കഴിയുമ്പോൾ പ്രൈസ് ഒക്കെ കൂട്ടിയിടാം എന്നുള്ളൊരു രീതിയിലാണ്. അങ്ങനെയല്ല കേട്ടോ. നമ്മളൊരു പ്രോഡക്റ്റിന്റെ പ്രൈസ് തീരെ താഴ്ത്തിയിടുകയാണെങ്കിൽ എന്താണ് വിചാരം? ആ പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് വിൽക്കുമ്പോൾ അത് ആളുകൾ കാണുന്നില്ല അല്ലെ? ആ ഒരു പ്രോഡക്റ്റിന്റെ വീഡിയോസ്, ഇമേജസ് ഒക്കെയാണ് കാണുന്നുള്ളൂ. അപ്പൊ ആളുകൾ ഒരു തീരെ റേറ്റ് താഴ്ന്ന ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ, വീഡിയോസ് കാണുമ്പോൾ കരുതും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന് അത്രയും ഒരു ക്വാളിറ്റി ഇല്ല. അപ്പൊ ആ ഒരു ലോ റേറ്റിന്റെ ക്വാളിറ്റിയാണ് ഈ ഒരു പ്രോഡക്റ്റിന് ഉള്ളൂ എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. അപ്പൊ തീരെ റേറ്റ് താഴ്ത്തി ഇട്ടു എന്ന് കരുതിയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് വിറ്റ് പോകണമെന്നില്ല. അതുപോലെ തന്നെ ചില ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് ഓവർ പ്രൈസ് ഇടുക എന്നുള്ളത്. അതും ഒരു മിസ്റ്റേക്ക് ആണ്. നമ്മളുടെ പ്രോഡക്റ്റിന്റെ കറക്റ്റ് പ്രൈസ് എത്രയാണോ ആ ഒരു പ്രൈസ് ഇട്ടിട്ട് നമ്മൾ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ പ്രൈസ് ഫിക്സിങ്ങിനൊക്കെ ഒരു ഫോർമുലയൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മളുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറയുന്നതാണ്.
അപ്പോൾ പ്രൈസ് ഫിക്സിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്തതായിട്ട് മാർക്കറ്റിംഗ് ആണ്. ഇപ്പൊ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് റീച്ച് ആകാത്ത ആളുകളുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? ഡെയിലി വീഡിയോ ഇടുന്ന ആളുകളുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് വെറുതെ ക്രിയേറ്റ് ചെയ്ത് ഇടുന്നതല്ല. ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. എന്താണ് കീവേഡ്സ്, എന്താണ് ഹാഷ്ടാഗ്, SEO എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി, എന്താണ് ഇൻട്രസ്റ്റ് ബേസ്ഡ് അൽഗോരിതം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം നമ്മൾ ഇപ്പൊ വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റീച്ച് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ശരിയായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളും ഇപ്പൊ ഏകദേശം 6 മാസത്തോളമായിട്ട് 6 വർഷത്തോളമായിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് തന്നെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിച്ച് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തത് നല്ല പ്രോഡക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ മാർക്കറ്റിലൊക്കെ ഒരുപാട് ചീപ്പ് ക്വാളിറ്റി പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ ഹോൾസെയിൽ ആയിട്ട് വാങ്ങാതെ ആദ്യം നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് ഒരുപാട് സ്കാമർ, ഫ്രോഡ് അതിലൊക്കെ നമ്മൾ പോയി പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയും നമുക്ക് ചില ഇഷ്യൂസ് ഉണ്ടായിട്ട് ഈ ഒരു ബിസിനസ് നിർത്തി പോകുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു സ്കാം ആയിട്ടുള്ള ആളുകളെ മനസ്സിലാക്കാം, ഹോൾസെയിൽ ആയിട്ട് എങ്ങനെ പ്രോഡക്റ്റ് ലഭിക്കും, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബിസിനസിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളും ഈ ഒരു ബിസിനസ് പാർട്ട് ടൈം ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മറ്റ് ബിസിനസ്സുകളുടെ കൂടെ ഒരു പാർട്ട് ടൈം ബിസിനസ് എന്ന രീതിയിലാണ് ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന സപ്പോർട്ട്, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇതൊക്കെയാണ്. ഒന്നാമത്, നമ്മൾ ജ്വല്ലറി ഐറ്റംസ് ഹോൾസെയിൽ ആയിട്ട് നൽകുന്നുണ്ട്. അതും മിനിമം പർച്ചേസ് വെറും 1000 രൂപയ്ക്ക് നമ്മൾ നൽകുന്നുണ്ട് കേട്ടോ. 30-ാം തീയതി വരെയാണ് ഓഫർ ഉള്ളത്. അത്രയും ചെറിയൊരു മിനിമം പർച്ചേസിൽ നിങ്ങൾക്ക് മറ്റെവിടെയും വാങ്ങാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ മിനിമം പർച്ചേസിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കാം. അപ്പൊ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ജ്വല്ലറി ബിസിനസ്സിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, ആദ്യം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര രൂപയ്ക്ക് വാങ്ങണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം നിയമവശങ്ങളുണ്ട്, ലൈസൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, GST എടുക്കേണ്ടതുണ്ടോ, GST എടുത്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, നെഗറ്റീവ് സൈഡ് എന്തൊക്കെയാണ്, എങ്ങനെ ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ ശരിയായ രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യാം, എങ്ങനെ ശരിയായ രീതിയിൽ പ്രോഡക്റ്റ് പാഴ്സൽ അയക്കാം, ഏത് കൊറിയർ ഏജൻസിയാണ് നല്ലത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ 4 മണിക്കൂറിന്റെ ഒരു ലൈവ് സെക്ഷനും റെക്കോർഡ് ക്ലാസ്സുമാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഒപ്പം വാട്സാപ്പിൽ ഡൗട്ട് ചോദിക്കാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ സപ്പോർട്ടോട് കൂടി ഇത്തരത്തിലുള്ള ഒരു ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ജ്വല്ലറി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നൽകിയിട്ടുണ്ട്.